മലയാളിക്കുള്ള തെറ്റിദ്ധാരണകൾ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ്? തെറ്റിദ്ധാരണകളേ ഉള്ളൂ. അതേ കാരണം എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ മറ്റൊരു മേഖലയിലേക്ക്, ഒന്നിൽ പാമ്പിനെ പിടിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇതിലേക്ക് ആരെയും ബോധവൽക്കരിക്കണം അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് ചിന്താഗതിയായിട്ട് ശ്രമിച്ചവരാരുമില്ല. ഞാൻ ലോകത്തിൽ ആദ്യമായിട്ട് അന്വേഷിച്ച് അറിയാൻ പറ്റും, ലോകത്തിൽ ആദ്യമായിട്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് മുന്നിലേക്ക് പാമ്പുകളെ കൊണ്ടുപോയി അവയർനെസ് ക്യാമ്പ്, ബോധവൽക്കരണ ക്ലാസ് തുടങ്ങി വെച്ചത് ഞാനായിരുന്നു. പാമ്പുകളുടെ ഒരു പ്രത്യേകത, ഒന്ന് കൃത്യമായിട്ടൊരു കാഴ്ചയില്ല. കൃത്യമായിട്ട് വാവാ സുരേഷാണ് അല്ലെങ്കിൽ രാജേഷ് സാറാണെന്നൊന്നും കാണാൻ കഴിയില്ല. ഒരു ഉദ്ദേശം സ്പീഡ് കൂടിയാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താൻ കഴിയില്ല. അതുകൊണ്ട് സാവകാശം ഒരു മതിലിൻ്റെ അതിരിൽ കൂടിയോ അല്ലെങ്കിൽ എലിത്താരകളിൽ കൂടിയോ സഞ്ചരിക്കുന്നു. അതുപോലെ കേൾവിയില്ല, പാമ്പിന് കേൾവിയില്ല. ഒരിക്കലും കൃത്യമായിട്ട് കേൾവി ഉണ്ടാകത്തില്ല. അത് കാണാൻ കഴിയും, ഒരു നിഴല് പോലെ. കേൾക്കാൻ കഴിയില്ല, പക്ഷെ തറയിലെ വൈബ്രേഷൻസ്, തരംഗങ്ങൾ തൊക്കുകൊണ്ട് തിരിച്ചറിയും. അതുകൊണ്ടാണ് പണ്ട് പൂർവികർ വടി ഉപയോഗിച്ച് തട്ടി നടക്കണമെന്നോ അല്ലെങ്കിൽ ചെരുപ്പ് തരംഗമുണ്ടാക്കി നടക്കണമെന്ന് പറയുന്നത്. അതിൽ ഓർമ്മശക്തിയില്ല. പാമ്പിന് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞൊരു കഥ, പാമ്പിന് ഓർമ്മയുണ്ട്. ഒരു പാമ്പിനെ എറിയുകയോ നോവിക്കുകയോ ചെയ്താൽ ആ പാമ്പ് അപ്പോഴും തന്നെ എറിയണവൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് അടുത്ത ദിവസം അത് വാച്ച് നോക്കി അതേ സ്ഥലത്ത് വന്നിരുന്ന ആ എറിഞ്ഞാലിനെ കടിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ ഒരേ ഒരു ജീവിയേ ഉള്ളൂ ഭൂമിയിൽ, പക വീട്ടാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ. അത് ചില മനുഷ്യർ മാത്രമാണ്, ചില മനുഷ്യർ മാത്രം. അതുപോലെ ഓടി വന്ന് കടിക്കുമെന്ന് പറയുന്നു. ലോകത്തൊരിക്കലും പാമ്പിന് ഓടി വരാൻ കഴിയില്ല, കായും കാലും ഇല്ല. പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ പറയും, പാമ്പിനെയോ ചേരയോ കണ്ടാൽ വെളുത്തുള്ളി തല്ലി ഒഴിക്കണമെന്ന് പറയും. വെളുത്തുള്ളി തല്ലി ഒഴിക്കണം. പണ്ടാണെങ്കിൽ പാമ്പിനെ കണ്ട ഓടി അടുക്കളയിൽ പോയിട്ട് അമ്മമാര് വെളുത്തുള്ളി എടുത്ത് അമ്മിയിൽ ചതച്ച് ഒരു ബക്കറ്റ് വെള്ളവും ചേർത്ത് പറമ്പ് മുഴുവനും കൊണ്ടൊഴിക്കും. ഇപ്പൊ ഇന്നത്തെ അമ്മമാര് വെളുത്തുള്ളി ജ്യൂസ് ആക്കിയാണ് മിക്സിയിൽ ജ്യൂസ് അടിച്ച് പാമ്പിന് തലയിൽ കൂടെ കൊണ്ടുവച്ച് കൊടുക്കും. ഈ കൊണ്ടുവച്ച് കൊടുക്കുന്ന വെളുത്തുള്ളി ജ്യൂസ് കുടിച്ചിട്ട് പാമ്പ് ഈ അമ്മയോട് തന്നെ വെക്കും, ചേച്ചി ഇനിയും ഉണ്ടാ വെളുത്തുള്ളി ജ്യൂസ് എന്ന്. അതുകൊണ്ട് യാതൊരു പാമ്പുകൾ സെൻസ് ചെയ്യുന്ന നാവാണ്, ടങ്കാണ്. അതിനാണ് നാവ് പുറത്തേക്കിടുന്നത്. അത് ഭൂമിയിലുള്ള എല്ലാ സംഭവങ്ങളെയും പാമ്പുകൾക്ക് ഒരിക്കലും നാവ് കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. മണ്ണെണ്ണ തിരിച്ചറിയാൻ കഴിയും, മണ്ണെണ്ണ ആസിഡാണ്. ഡീസൽ തിരിച്ചറിയാൻ കഴിയും പാമ്പുകൾക്ക്. അതുപോലെ ഒരിക്കലും വെളുത്തുള്ളി പോലത്തെ സാധനം ഒരിക്കലും തിരിച്ചറിയാം. ഇതെല്ലാം കഥകൾ, നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു വെച്ച കഥകൾ. പാമ്പ് വേലായുധൻ എന്ന് പറഞ്ഞ ഒരാൾ പാമ്പും കൂട്ടിൽ എത്രയെങ്കിലും ദിവസം സർപ്പയച്ചം നടത്തി റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. ഈ അടുത്ത കാലത്ത് ഈ ആറ്റിങ്ങൽ കല്ലമ്പലത്ത് പ്രേം സലീൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇതായിരുന്നു അത്യാവശ്യം പാമ്പുകളെ പിടിച്ച് കാട്ടിലേക്ക് വിട്ടുകൊണ്ടിരുന്ന ആൾ. പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. ഈ അടുത്ത കാലത്ത്, ഏറ്റവും അടുത്ത കാലത്ത് ഇപ്പം കാസർഗോഡ് നിന്നൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഏതോ വനപാല അതിനകത്തുള്ള ഒരു പാമ്പ് പിടുത്തക്കാരൻ പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. ഈ പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കെടുത്താൽ കൊച്ചുകുട്ടികളാണ്. ഇപ്പോൾ കേരളത്തിലെമ്പാടും എടുത്താൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഒരു വർഷം നടക്കുന്ന ഈ രാഷ്ട്രീയ സംഘടനകളോടുണ്ടാകുന്ന കൊലപാതകങ്ങളെക്കാൾ കൂടുതലാണ് പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ആളുകളുടെ എണ്ണം. അപ്പം ഞാൻ അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, പിന്നെ ഈ പാമ്പുകൾക്കും തെരുവ് നായ്ക്കൾക്കും കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യത്തിനേക്കാൾ ഉപരി മനുഷ്യജീവന് വില കൽപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനടുത്ത് യോജിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു പാമ്പിനെ കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, ഇണങ്ങില്ല. പാമ്പ് ഇണങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ്. പാമ്പിനോട് നമ്മൾ വേണം ഇണങ്ങാൻ. പിന്നെ പാമ്പുകൾക്ക് ചെവി കേൾക്കില്ല, അത് ഒരു വശം മാത്രം. മൂർഖൻ പാമ്പുകൾക്ക് ചെവി കേൾക്കും. ചെവി എന്ന് പറഞ്ഞാൽ ഇതില്ല, ഇത് ദ്വാരമുണ്ട്. ആ ദ്വാരം ഭൂമിയിൽ പതിഞ്ഞിരിക്കുമ്പോൾ മാത്രമേ പാമ്പിന് കേൾവിശക്തി ഉള്ളൂ. വൈബ്രേഷൻ. പാമ്പ് എത്ര വലിയ മുള്ളും കെട്ടിന്റെ ഉള്ളിൽ വേണമെങ്കിലും സ്പീഡിൽ പോകും. തല ഉയർന്നാൽ പാമ്പിന് കേൾവിശക്തി കമ്മിയാകും. പാമ്പ് പ്രതിഭയം കൊണ്ട് മാത്രമാണ് കടിക്കുന്നത്. പാമ്പ് ഒരാളെ ഉപദ്രവിക്കില്ല. ബാബ പറയുന്നുണ്ട് പാമ്പിന് കാണാൻ പറ്റില്ല. ഇദ്ദേഹം പറഞ്ഞു കേൾക്കാൻ പറ്റുന്നു. ഒരു പാമ്പിനെ അവിടെ വിടുക, കാണാൻ പറ്റില്ല, മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല. ഞാൻ നൃത്തം ചെയ്യിപ്പിക്കാം പാമ്പിനെ. പാമ്പിന് അവിടെ വിട്ടിട്ട് ഞാൻ തിരിയുന്ന സ്ഥലത്തെല്ലാം പാമ്പ് തിരിയും. കാരണം അത് ആര് തിരിഞ്ഞാലും തിരിയും. ഇവിടെ നിൽക്കുന്ന ആരും രാജസ്ഥാൻ തിരിഞ്ഞാലും തിരിയും. മൂർഖൻ പാമ്പ് പത്തിയെടുത്ത് നിൽക്കുമ്പോൾ ഞാൻ പറ്റും ചർച്ച തെറ്റായ ധാരണകൾ പരത്തുകയല്ല ജനങ്ങൾക്ക്. ഇപ്പൊ ഒരു പാമ്പിനോട് നിർത്തിക്കൊള്ളു, രാജസ്ഥാൻ തിരിഞ്ഞാൽ രാജസ്ഥാനിന് തിരിഞ്ഞു വരും പാമ്പ്. അത് പിന്നെ നിങ്ങൾ തിരിയുന്നു പറയും. തെറ്റായ ധാരണകൾ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. പാമ്പിന് കണ്ണുണ്ട്, പാമ്പിന് കാണാൻ കഴിയുമെങ്കിൽ വാവാ സുരേഷിനെ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ്. പാമ്പിന് നിഴല് കിട്ടുന്നു എന്ന് പറഞ്ഞു. കാഴ്ച എന്ന് പറഞ്ഞു, കാഴ്ചയുടെ ഒരർത്ഥം, കാഴ്ചയുടെ അർത്ഥം വേറിട്ട് കാണുകയാണ്. കാഴ്ച വെവ്വേറെ കാണുക, എല്ലാരെയും ഒരുപോലെയാണ് കാണുക. എന്നാൽ ഷാഡോ കാണുന്നു. ഷാഡോ എന്ന് പറയുമ്പോൾ രാജസ്ഥാനെയും വാവാ സുരേഷിനെയും ജേക്കബ് സാറിനെയും എല്ലാം ഒരു നിഴല് പോലെ കാണുന്നു. മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. അതാണ് കാഴ്ചയില്ല എന്ന് പറഞ്ഞത്. കാഴ്ച എന്ന് പറയുമ്പോൾ ഇപ്പൊ ഷംസീൻ ഷാ അവിടെ ഇരുന്ന് പറയുന്നത് പാമ്പ് കാണണം, വാവാ സുരേഷ് ഇവിടെ പാമ്പ് കാണണം. കാഴ്ച വെവ്വേറെ എനിക്കൊരു ചോദ്യമുള്ളൂ. ഒരു ചോദ്യമാണോ, ഒരു വൈപ്പറിനെ നിങ്ങൾ ഡാൻസ് ചെയ്യിപ്പിക്കാമോ? ഒരു വൈപ്പറിനെ കൊണ്ട് വാവാ സുരേഷ് അദ്ദേഹത്തിന്റെ ചെറിയൊരു കുടത്തിൽ എന്താ ഉള്ളതെന്ന് തന്നെ ഒന്ന് കാണിക്കും, ഒന്ന് പരിചയപ്പെടുത്തിട്ട്. ഇതാണ് സാധനം.
ഇഞ്ചക്ഷൻ ഒന്നും അല്ല. ഇതിന് പ്രത്യേകത ഉള്ളത് അണലിയാണോ? അല്ല സാർ, ഇത്